പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് വിമൻ എംപവർമെന്റ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പ്രസംഗം പഠിക്കാം. വളരെ ലളിതമായ രീതിയിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ആണ് ഈ പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. Prepare a speech on the topic, Education is the key to women empowerment, to be delivered at the school assembly on International Women's Day. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചു സ്കൂൾ അസംബ്ലിയിൽ പ്രസംഗിക്കാനായി വിദ്യാഭ്യാസവും സ്ത്രീ ശാക്തീകരണവും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. Good morning one and all present here. Respected principal, teachers and my dear friends. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം നേരുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, കൂട്ടുകാരെ, ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്ക് പ്രസംഗം ആരംഭിക്കാം. Let me start my speech with an African proverb. If you educate a man, you educate an individual, but if you educate a woman, you educate a nation. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലോടുകൂടി ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കട്ടെ. നിങ്ങൾ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു വ്യക്തിക്ക് ആയിരിക്കും നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീക്ക് നിങ്ങൾ വിദ്യാഭ്യാസം നൽകിയാൽ ഒരു രാജ്യത്തിനായിരിക്കും നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നത്. The proverb says that we can change the world by giving proper education to women. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് വഴി നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഈ പഴഞ്ചൊല്ല് പറയുന്നു. Hello everyone. My name is Arun Kumar and I am here to say a few words about women empowerment. ഹലോ എവരിവൺ, എന്റെ പേര് അരുൺ കുമാർ എന്നാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് കുറച്ചു വാക്കുകൾ പറയാൻ ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. There can be many ways of empowering women, but the key part is educating the girl child. സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് വഴികൾ ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്നത് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ്. I fully believe that education is a key to the economic empowerment of women. സാമ്പത്തികമായി ഉള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ താക്കോൽ ആണ് വിദ്യാഭ്യാസം. Education empowers women in several ways. വിദ്യാഭ്യാസം സ്ത്രീകളെ പല രീതിയിൽ ശാക്തീകരിക്കുന്നു. A good education can lift women out of poverty and unlock a better future. നല്ല വിദ്യാഭ്യാസം സ്ത്രീകളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുകയും മെച്ചപ്പെട്ട ഭാവി തുറന്നുകൊടുക്കുകയും ചെയ്യുന്നു. It empowers them. It helps them to become successful in life. അത് അവരെ ശാക്തീകരിക്കുന്നു. അത് ജീവിതത്തിൽ വിജയം നേടാൻ അവരെ സഹായിക്കുന്നു. It enhances employment opportunities for women and their ability to make decisions. വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൊടുക്കുകയും ചെയ്യുന്നു. Leadership is also important. നേതൃത്വം എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ്. It helps women to show their inborn talents and abilities. നേതൃത്വം സ്ത്രീകൾക്ക് അവരുടെ ജന്മനാ ഉള്ള കഴിവുകളും മറ്റും പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്നു. When women earn an income, their household incomes grow. സ്ത്രീകൾക്ക് വരുമാനം ലഭിക്കുമ്പോൾ വീടിന്റെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നു. Their children are more likely to attend school and their families will become healthier. അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ആരോഗ്യമുള്ള ഒരു കുടുംബം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. Girls who receive an education are less likely to marry young. വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾക്ക് വളരെ നേരത്തെയുള്ള വിവാഹം ഉണ്ടാകാറില്ല. Keeping girls in schools and colleges is one of the best ways to delay marriage. പെൺകുട്ടികളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും വിടുന്നത് നേരത്തെയുള്ള വിവാഹം നടക്കാതിരിക്കാൻ ഒരു നല്ല കാരണമാകുന്നു. Christine Lagarde says that if women also work, the economy of the country will improve. സ്ത്രീകൾ ജോലി ചെയ്താൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നു. Due to lack of confidence, women are unable to show their potential. ആത്മവിശ്വാസക്കുറവ് കാരണം സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. So, Christine Lagarde recommends women to come out and face challenges in life. അതിനാൽ ക്രിസ്റ്റീൻ ലഗാർഡ് സ്ത്രീകളോട് പുറത്തുവരാനും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ശുപാർശ ചെയ്യുന്നു. Women should be ready to take risks. സ്ത്രീകൾ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം. Only then they can succeed in their lives. എങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനാകൂ. The government should also introduce new policies for women. സ്ത്രീകൾക്കായി സർക്കാർ പുതിയ നയങ്ങൾ കൊണ്ടുവരണം. Dear all, let's all make the world safer for women and let's also join hands to build a future where women are empowered. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ നമുക്ക് സ്ത്രീ സുരക്ഷ ഉള്ളതാക്കി മാറ്റാം. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്കും കൈകോർക്കാം. I am concluding my words and thank you so much for celebrating Women's Day with my speech.
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വനിതാ ദിനം എന്റെ പ്രസംഗത്തോടൊപ്പം ആഘോഷിച്ചതിന് വളരെ നന്ദി. ഈ പ്രസംഗം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കി എഴുതിയെടുക്കാവുന്നതാണ്.